നമസ്കാരം, ഇത് IBN മലയാളം. സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ ഏകപക്ഷീയമായി പിന്മാറിയതുകൊണ്ട് സമീപ ഭാവിയിലൊന്നും പാകിസ്ഥാന് യാതൊന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിച്ച് ബുദ്ധിജീവി ചമയുകയും ചെയ്യുന്ന ധാരാളം പേർ പ്രബുദ്ധ കേരളത്തിലുണ്ട്. ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളിലെ ജലം നമ്മൾ എവിടേക്കാണ് പകരം വഴിതിരിച്ചു വിടുകയെന്നാണ് അവരുടെ ചോദ്യം. ഇതിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് വിനു തോമസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ഒന്നാമത്തേതായി, പരമാവധി ജലം ഇന്ത്യയിലേക്ക് അകത്ത് വഴിതിരിച്ചു വിടാനുള്ള കനാലുകൾ ചിലതെങ്കിലും കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ നിർമ്മിക്കാത്ത ഒരു സർക്കാരിനും ഇത്തരത്തിലൊരു തീരുമാനം ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാനാവില്ല. മാത്രമല്ല, കനാലുകൾ വഴി വഴിതിരിച്ചു വിടുന്നതിലധികം ജലം നമ്മുടെ ഡാമുകളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ സംഭരണശേഷിയുടെ പരമാവധിയിൽ എത്തുന്നത് വരെ വെള്ളം തടഞ്ഞു നിർത്തിയതിനു ശേഷം ഒരു മുന്നറിയിപ്പും നൽകാതെ ഡാമുകൾ തുറന്നു വിട്ടുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും പാകിസ്ഥാനിൽ സംഭവിക്കുക എന്ന് ചിന്തിച്ചാൽ മാത്രം മതി അതിന് താനേ ഒരു ഉത്തരം കിട്ടും. ഇനി അഥവാ ഒരു കനാലും നിർമ്മിക്കാതെയാണ് മോദി സർക്കാർ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തെ തയ്യാറായതെങ്കിലാണ് പാകിസ്ഥാന് വലിയ വില കൊടുക്കേണ്ടി വരിക. ഡാമുകൾ നിറയുന്നതുവരെ ചുമ്മാ കാത്തിരിക്കുക, നിറയുമ്പോൾ ചുമ്മാ തുറന്നു വിടുക. ഇതേ കൃത്യം തന്നെ വെറുതെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ മാത്രം മതി. അപ്രതീക്ഷിതമായ ഭീകരാക്രമണങ്ങളിലൂടെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതിലും മനോഹരമായ ഇരുട്ടടി സ്വപ്നങ്ങൾ മാത്രമേ ലഭിക്കാനിടയുള്ളൂ. കഴിഞ്ഞ ദിവസം യാതൊരു മുന്നറിയിപ്പും നൽകാതെ ഉറി ഡാം തുറന്നുവിട്ടതിലൂടെ പാക് അധീന കശ്മീരിലുണ്ടായ ചെറിയ വെള്ളപ്പൊക്കമൊക്കെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഇസ്രയേൽ ഫ്രീ ആയി നൽകിയിരുന്ന വൈദ്യുതി, കുടിവെള്ളം എന്നിവയെ ആശ്രയിച്ച് ജീവിക്കുമ്പോഴും ഇസ്രയേലിൽ ഭീകരാക്രമണം നടത്തുന്നതാണ് ഹമാസ് എന്നും അവരുടെ ആനന്ദം കണ്ടെത്തിയിരുന്നത്. നമ്മുടെ രാജ്യത്തിൽ നിന്നും ഉത്ഭവിച്ചവയും നമ്മുടെ രാജ്യത്ത് കൂടെ ഒഴുകി പാകിസ്ഥാനിൽ എത്തുകയും ചെയ്യുന്ന നദികളിലെ ജലത്തിലെ വലിയൊരു ശതമാനത്തെ ആശ്രയിച്ച് പഞ്ചാബിലെയും സിന്ധുവിലെയും 80% ഭൂമിയിൽ കൃഷി ഇറക്കുന്ന പാകിസ്ഥാനികൾ ഹമാസിന്റെ അതേ ചതിപ്രയോഗം തന്നെ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചാൽ അതിന്റെ ശിക്ഷ അവരും അനുഭവിക്കേണ്ടതുണ്ട്. യുദ്ധം തന്നെ ധർമ്മവിരുദ്ധമായിരിക്കെ ചതിയന്മാരുടെ യുദ്ധത്തിനകത്ത് ധർമാധർമ്മങ്ങൾ തിരഞ്ഞ് സമയം കളയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കുടിവെള്ളം മുട്ടിക്കുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിച്ച് മനുഷ്യസ്നേഹി ചമയുന്ന ധാരാളം ഉത്തരാധുനിക ശകുനികൾ നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്. മതം നോക്കി മനുഷ്യരെ തെരഞ്ഞുപിടിക്കുക കൊല്ലാൻ പഠിപ്പിക്കുന്ന മദ്രസ പ്രത്യാശാസ്ത്രത്തെ നേരിടാൻ പറ്റിയ മറ്റെന്തെങ്കിലും ആയുധം നിങ്ങളുടെ കൈവശം ഉണ്ടോ എന്ന് അവരോട് തിരിച്ചു ചോദിക്കുക. മദ്രസ പ്രത്യാശാസ്ത്രത്തിന്റെ അടിത്തറയിൽ ഇന്ത്യക്കാരെ വെറുക്കാൻ വേണ്ടി മാത്രം പിറവിയെടുത്ത ഒരു മതരാഷ്ട്രത്തെ നിലയ്ക്കു നിർത്താൻ അവർക്ക് മനസ്സിലാകാത്ത ഭാഷയിലല്ലാതെ മറ്റേത് രീതിയിൽ പ്രതികരിച്ചാലും നാം ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കാതെ പോകും. ന്യൂസ് ഡെസ്ക് IBN മലയാളം.